തലസ്ഥാനത്ത് വി ഡി അനുകൂല ബോർഡുകൾ വ്യാപകം. KC അനുകൂല ബോർഡുകളോട് ചേർന്നാണ് VD-യുടെ ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വെള്ളയമ്പലം ജംഗ്ഷനിൽ VD-യുടെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡാണ് ഉയർന്നിരിക്കുന്നത്. നാച്ചുറൽ ചോയ്സ് എന്ന തലക്കെട്ടിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. റോഷിപാലുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, ദിനം പ്രതി VD സതീശനായുള്ള ഫ്ലെക്സുകൾ പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ KC വേണുഗോപാലിന്റെ ഫ്ലെക്സിനോട് ചേർന്ന് VD-യുടെ ഫ്ലെക്സ് ഉയർന്ന കാഴ്ചയാണോ കാണാൻ സാധിക്കുന്നത്? ഓരോ ഫ്ലെക്സിലും ഓരോരോ വാചകങ്ങളാണല്ലോ. മുഖ്യമന്ത്രി ചർച്ചകൾ അതിന്റെ പാരമ്യതയിലേക്ക് നീങ്ങുമ്പോഴാണ് ഫ്ലെക്സ് ബോർഡുകൾ നഗരത്തിൽ ആകമാനം പ്രത്യക്ഷപ്പെടുന്നത്. KCക്ക് വേണ്ടി കഴിഞ്ഞ 2 ദിവസമായി തലസ്ഥാനത്ത് ഒട്ടേറെ ഫ്ലെക്സ് ഉണ്ട്. അപ്പോൾ അതിന് തൊട്ടടുത്തായി ഇപ്പോൾ വെള്ളയമ്പലം ജംഗ്ഷനിലാണ് ഞാനുള്ളത്. വെള്ളയമ്പലം ജംഗ്ഷനിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിന്റെ ദൃശ്യങ്ങൾ കാണാം. നാച്ചുറൽ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തലക്കെട്ടതാണ്. നാച്ചുറൽ ചോയ്സ്. അവിടെ VD സതീശിന്റെ ഒരു ചിത്രം മാത്രമാണ്. കോൺഗ്രസിന്റെ ചിഹ്നമുള്ള ഒരു കൊടിയും അതിലുണ്ട്. നാച്ചുറൽ ചോയ്സ് എന്ന VD സതീശിന്റെ ഒരു മനോഹരമായ ഫോട്ടോ. ദ ലീഡർ. ഈ ഫോട്ടോ സ്ഥാപിച്ച ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതാണ് കേരള വാൻസ് KC വാം വെൽക്കം എന്ന ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡിനോട് ചേർന്നാണ് ഈ ഫോട്ടോ കൂടി VD സതീശന്റെ ചിത്രമുള്ള വലിയ ഫ്ലെക്സ് ബോർഡ് കൂടി സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് വെള്ളയമ്പലം ജംഗ്ഷനിലാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തും അതിൻ്റെ നേരെ എതിർവശത്ത് സമാനമായ രീതിയിലുള്ള ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിൽ VD സതീശന് വേണ്ടി നഗരമാകെ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഇത് പലയിടങ്ങളിലും സമാനമായ ബോർഡുകളുണ്ട്. ഇത് KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിലേക്ക് പോകുന്ന വഴി കൂടിയാണ്. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ബോർഡുള്ളത്. നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സമാനമായി VD സതീശനെ അനുകൂലിച്ചുള്ള ബോർഡുകൾ. ഇതൊരു ഫ്ലെക്സ് യുദ്ധമാണ്. അത് പലയിടങ്ങളിലും ഉണ്ട്. പക്ഷേ ഇന്നൊരു വ്യത്യസ്തമായ രീതിയിലാണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. നമുക്ക് അടുത്ത ബോർഡും സമാനമായി KC വേണുഗോപാലിനെ അനുകൂലിച്ചുള്ള ബോർഡിന് തൊട്ടടുത്ത ജനതയും ഞങ്ങളുടെ ജനിതകവും അങ്ങേക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും VD സതീശൻ്റെ ഒരു ചിത്രമുള്ള ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് അവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ നഗരത്തിലാകെ മുഖ്യമന്ത്രി ഈ തർക്കം അത് തെരുവിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് കരിയോയിൽ പ്രയോഗം നടന്നു KC വേണുഗോപാലിൻ്റെ ഫ്ലെക്സ് ബോർഡിൽ. അവിടെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ പൂർണ്ണമായും KPCC ആസ്ഥാനത്തിന് മുന്നിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്നു. മറുഭാഗത്താകട്ടെ വെള്ളയമ്പലം ജംഗ്ഷനിൽ KC വേണുഗോപാലിൻ്റെ ബോർഡിനോട് ചേർന്ന ഇന്ന് പുലർച്ചയോടെ VD സതീശനെ അനുകൂലിച്ചുള്ള വലിയ ഫ്ലെക്സ് ബോർഡ് കൂടി ഒരു നാച്ചുറൽ ചോയ്സ് എന്ന വലിയൊരു സന്ദേശം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കപ്പെടേണ്ടത് അത് VD സതീശനാണെന്ന വാദമാണ് VD പക്ഷം ഉയർത്തുന്നത്. അങ്ങനെയാണ് നമുക്ക് ആ ഫ്ലെക്സ് ബോർഡിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഫ്ലെക്സ് ബോർഡിൻ്റെ ദൃശ്യങ്ങൾ കൃത്യമായി നമുക്ക് കാണാം. അതിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് നാച്ചുറൽ ചോയ്സ്. അത് സംസ്ഥാന മുഖ്യമന്ത്രി തീരുമാനിക്കുമ്പോൾ അതിൽ നാച്ചുറൽ ചോയ്സായി ഹൈക്കമാൻഡ് പരിഗണിക്കേണ്ടത് VD സതീശനെയാണെന്നാണ് ആ ബോർഡിലൂടെ അവർ നൽകുന്ന സന്ദേശം. അവിടെ ദ ലീഡർ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടാണ് VD സതീശൻ്റെ മനോഹരമായ ചിത്രം. അതിൽ കേരളത്തിൻ്റെ ഒരു മാപ്പുമുണ്ട്. അതിനൊപ്പം തന്നെ അവിടെ ഒരു കൊടി, അത് കൈപ്പത്തി ചിഹ്നമുള്ള ഒരു കൊടിയാണ്. അങ്ങനെ ഫ്ലക്സ് യുദ്ധം അത് തെരുവിലേക്ക് പോകുന്നു. എല്ലായിടത്തും KCക്ക് ബദലായി KCയുടെ ഫ്ലക്സ് ബോർഡ് വെച്ചാൽ അതിന് തൊട്ടുപുറത്ത് VD സതീശനെ അനുകൂലിക്കുന്ന കൂറ്റൻ ഫ്ലക്സും പ്രത്യക്ഷപ്പെടുന്ന രീതിയിലേക്ക് ഇന്നും നാളെയുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ ദില്ലിയിൽ നടക്കുമ്പോൾ ഈ ഫ്ലക്സ് യുദ്ധങ്ങൾ അത് തെരുവിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന്. കാരണം ഇന്നലെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ പക്ഷം VD സതീശനെ അനുകൂലിച്ചുള്ള ഫ്ലെക്സ് ബോർഡ് പകൽ വെളിച്ചത്തിലാണ് അത് കീറി നശിപ്പിച്ചത്. അപ്പോൾ സമാനമായ സാഹചര്യം ഉണ്ടാകുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണാം. ഏതായാലും ചർച്ച ഇതൊക്കെ ഒരു തരത്തിൽ സമ്മർദ്ദത്തിന്റെ ഭാഗം കൂടിയാണ്. പക്ഷേ ഹൈക്കമാൻഡിന്റെ ഒരു രീതി വെച്ച്, സംഘടനാ രീതി വെച്ച് ഇതൊക്കെ സ്വാധീനിക്കപ്പെടുമോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ചായിരിക്കും ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്ന് നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുമുണ്ട്. അതിനിടയിലാണ് ഈ ഫ്ലെക്സ് ബോർഡ്. റോഷിപാൽ, റജിത്ത്, ഒരു സംശയവുമില്ല. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് പൊതുവിൽ അവരുടെ നടപടിക്രമങ്ങൾ MLA-മാരുടെ അഭിപ്രായം തേടുക, പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭിപ്രായം തേടുക. അതിനുശേഷം അവർ ഹൈക്കമാൻഡ് വളരെ വിശദമായി സാഹചര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മുഖ്യമന്ത്രി തീരുമാനിക്കുക. അതാണ് നടപടിക്രമം. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ കാലത്തും ഈ തരത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് എല്ലാ സംസ്ഥാനവും, അത് കോൺഗ്രസിൻ്റെ പല സംസ്ഥാനങ്ങളും. മധ്യപ്രദേശിൽ ആണെങ്കിൽ ഭരണം ലഭിച്ചപ്പോൾ അവിടെ കമൽനാഥിനെ മുഖ്യമന്ത്രിയാക്കാൻ പാടില്ലെന്ന് അന്ന് പ്രചാരണം നയിച്ച അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യ പരാതി ഉയർത്തിയാണ്. പരസ്യമായി തന്നെ നിലപാട്. ഒടുവിൽ വലിയ തർക്കമായി. 2.5 വർഷം നൽകാമെന്ന് പറഞ്ഞു. 2.5 വർഷം നൽകിയില്ല. അങ്ങനെ ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിടുന്ന സാഹചര്യം ഉണ്ടായി. BJP-യിൽ അഭയം തേടി.
സമാനമായി രാജസ്ഥാനിൽ പ്രചാരണം നയിച്ച സച്ചിൻ പൈലറ്റിന് പരിഗണന കൊടുക്കുന്നതിന് പകരം അന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന അശോക് ഗെഹ്ലോട്ടിനെ നേരെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി. ഇപ്പോൾ കർണാടക നമുക്കറിയാം, തൊട്ടടുത്തുള്ള സംസ്ഥാനമാണ്. DK ശിവകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം മുഴുവൻ നടന്നത്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത് സിദ്ധരാമയ്യയാണ്. 2.5 വർഷം കഴിഞ്ഞാൽ പരിഗണിക്കാമെന്ന വാക്ക് അത് പാലിക്കപ്പെട്ടില്ല എന്ന പരാതി DK ശിവകുമാറും അനുകൂലികളും ഉയർത്തുന്നുണ്ട്. തെലങ്കാനയിൽ സമാനമായി അവിടെ അവസാന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് ആരും പ്രതീക്ഷിക്കാതെ രേവന്ത് റെഡ്ഡി എത്തുന്നത്. അതേപോലെ ഛത്തീസ്ഗഡിൽ അവിടെ പ്രതിപക്ഷ നേതാവിനെ പരിഗണിച്ചിരുന്നില്ല. പകരം അന്നത്തെ PCC അധ്യക്ഷനായ ഭൂപേഷ് ബാഗലിനെയാണ് അവിടെ മുഖ്യമന്ത്രി പദവിയിൽ അവരോധിച്ചത്. അവിടെയും വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെയാണ് തീരുമാനം. മാത്രവുമല്ല, ഒരു ചരിത്രമുണ്ട്. 2004 കാലഘട്ടങ്ങളിലാണ് കോൺഗ്രസിൽ ഏറ്റവും ഒടുവിൽ വലിയ വിഭാഗീയതയും പൊട്ടിത്തെറിയും പിളർപ്പും ഉണ്ടായത്. ആ 2004 കാലഘട്ടത്തിൽ K കരുണാകരൻ എന്നാൽ ഒരുപക്ഷെ കോൺഗ്രസ് ആണ് കേരളത്തിൽ. അത് ജനലക്ഷങ്ങളാണ് K കരുണാകരന് വേണ്ടി തെരുവിലിറങ്ങിയത്. അത് ഈ 5ഉം 10ഉം പേർ ഇപ്പോൾ നടക്കുന്ന പ്രകടനമായിരുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് അതുപോലെ കോഴിക്കോട് കടപ്പുറത്തൊക്കെ ജനസാഗരമായിരുന്നു. അങ്ങനെ ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് K കരുണാകരൻ മുന്നോട്ട് പോയപ്പോഴും K കരുണാകരന് മുന്നിൽ മുട്ടുമടക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായില്ല. ഒടുവിൽ നമ്മൾ കണ്ടതാണ് ഗുലാം നബി ആസാദ്, കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഉയർത്തിയ വെല്ലുവിളിയും ഹൈക്കമാൻഡ് പരിഗണിച്ചില്ല. K സുധാകരൻ സീറ്റ് വേണം, പാർട്ടി വിടുമെന്ന് വെല്ലുവിളി ഉയർത്തിയപ്പോൾ അതും അവഗണിച്ചു. അങ്ങനെ ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് ചരിത്രത്തിൽ ഇതുവരെ ഒരു നേതാക്കളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇത്തരം ഫ്ലക്സുകൾ, അത് KC വേണുഗോപാലിന് വേണ്ടിയായാലും VD സതീശന് വേണ്ടിയായാലും ഫ്ലക്സ് ക്യാമ്പയിനുകൾ ഹൈക്കമാൻഡ് പരിഗണിക്കില്ല, സമ്മർദ്ദങ്ങൾ ഹൈക്കമാൻഡ് പരിഗണിക്കില്ല എന്നത് ഒരു പ്രത്യേകതയാണ്. അതെ, ശരിയാണ്. 3 നേതാക്കൾക്കും പിന്തുണയുണ്ട് എന്നുള്ള കാര്യം, പ്രവർത്തകരിൽ നിന്ന് പിന്തുണയുണ്ട്, നേതാക്കളിൽ നിന്ന് പിന്തുണയുണ്ട് എന്ന കാര്യമൊക്കെ കൃത്യമായി ഹൈക്കമാൻഡിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ ഫ്ലക്സ് പോരൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് സമ്മർദ്ദം ഹൈക്കമാൻഡിൽ ചെലുത്തും എന്ന് തോന്നുന്നില്ല. എന്തായാലും AICC നിരീക്ഷകർ വന്നിട്ടുണ്ട്, MLA-മാരിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട്, ഘടകകക്ഷികളിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. നേരത്തെ റോഷിപാൽ ചൂണ്ടിക്കാട്ടിയതുപോലെ എത്രയോ സംസ്ഥാനങ്ങളിലെ അനുഭവങ്ങൾ മുഖ്യമന്ത്രിയുടെ തീരുമാനവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനവുമായി പക്ഷേ വലിയൊരു സമാനതകളില്ലാത്ത ഒരു ജയം കൈവരിച്ച് ഭരണത്തിലേറാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ പരസ്യപ്പോര്, മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ഈ തർക്കം, അത് പരസ്യമായി തെരുവിലേക്ക് ഫ്ലക്സ് യുദ്ധത്തിന്റെ രൂപേണ എത്തുമ്പോൾ വലിയ നാണക്കേടുണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, അല്ലേ? അപ്പോൾ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.